നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിൽ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് മഴക്കാലം ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മഴക്കാലം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഈ സമയം രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പനി, ജലദോഷം, കോളറ, ടൈഫോയിഡ്, അതുമാത്രമല്ല കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങളും കൂടി വരുന്ന ഒരു സമയമാണ്. ഈ സമയം നമ്മൾ ഏറ്റവും ക്രിറ്റിക്കലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് തന്നെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ മഴക്കാല സമയം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറയുന്ന സമയമാണ്. രോഗപ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യാൻ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏറ്റവും നല്ലതാണ്. മഞ്ഞൾ, ഇഞ്ചി, നാരങ്ങ, അതുപോലെ ആര്യവേപ്പ്, ഇനി മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഇനി ദഹന പ്രശ്നങ്ങൾ എല്ലാവരെയും അലട്ടുന്ന ഒരു സമയമാണ് മഴക്കാലം. മഴക്കാലം ഭക്ഷണം കഴിക്കുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു നേരം വലിയ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കരുത്. ചെറിയ ഫുഡ് ഇടവേളകൾ ഇട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഈ ആഹാരത്തിന്റെ മിതത്വം നമ്മൾ ദഹനം നല്ലതായിട്ട് കറക്റ്റാക്കുകയും അതുവഴി നമ്മൾക്ക് വയറിനുള്ള ഗ്യാസ് പോലെയുള്ള ഇഷ്യൂസും ഗ്യാസ്ട്രിക് പ്രോബ്ലംസും എല്ലാം കുറയ്ക്കാൻ സാധിക്കും. ഇനി പ്രഭാത ഭക്ഷണം എന്തു വന്നാലും ആവിയിൽ വേവുന്നതാകുന്നത് നല്ലത്. ഇടനേരാഹാരമായി ഒരു സൂപ്പുകൾ, പച്ചക്കറി സൂപ്പാകാം, ദാൽ സൂപ്പ്, അതുപോലെ തന്നെ ടൊമാറ്റോ സൂപ്പ്, ചിക്കൻ സൂപ്പ്, ഇതുപോലെയുള്ള സൂപ്പ് വിഭവങ്ങൾ മഴക്കാലത്ത് വളരെ ഗുണം ചെയ്യും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കണം, മസാല, എരിവ്, എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരങ്ങൾ ഇവയൊക്കെ മഴക്കാലത്ത് കുറച്ച് വെക്കണം. ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി വാഷ് ചെയ്ത് ഉപയോഗിക്കുക. ബാക്ടീരിയ, ഫംഗൽ ബാധ ഉണ്ടാകാൻ ഏറ്റവും ചാൻസ് ഉണ്ട് മഴക്കാലത്ത്. അതുപോലെ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ആഹാരമാണെങ്കിലും ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ റോ ആയിട്ട്, സാലഡായിട്ട് കഴിക്കാതെ എല്ലാം വേവിച്ച ആഹാരം തിരഞ്ഞെടുക്കുന്നത് നല്ലത്. ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിൽ കൂടി, മഴക്കാലത്ത് പൊതുവിൽ ദാഹം കുറവായിരിക്കും, ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിൽ കൂടി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായിട്ടും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തട്ടുകടകളിലും അതുപോലെ പുറത്തെ കടകളിലും ഒക്കെ ഒരു പരിസരത്തില് പുറത്ത് തന്നെ വെച്ച് പാചകം ചെയ്യുന്ന ആഹാരം കഴിക്കുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളത്തിന്റെ ആണേലും അതുപോലെ ബാക്ടീരിയയുടെ അറ്റാക്ക് വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ആഹാരങ്ങളാണ് നല്ലത്. ഇനി അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കോള പോലെ ഉള്ള പാനീയങ്ങളുടെ ഉപയോഗവും ഈ സമയത്ത് നല്ലതല്ല. ഇതും വയറു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചായയും കാപ്പിയുടെയും ഉപയോഗം നല്ലവണ്ണം കുറച്ചു വെക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ മത്സ്യങ്ങൾ വാങ്ങുമ്പോൾ ഫ്രഷ് ആണോ എന്ന് നോക്കുക. അതുപോലെ ഉപയോഗിക്കുന്ന രീതിയും വറുത്തല്ലാതെ കറിയായിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മഴക്കാല സമയം നമുക്ക് രോഗപ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കൂടി നിൽക്കുന്നത് കൊണ്ടിട്ട് ഭക്ഷണകാര്യത്തിൽ ഒത്തിരി ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ചിട്ടയായ ഒരു ജീവിതചര്യയും സ്വീകരിച്ച് ഈ മഴക്കാലം നമുക്ക് ആരോഗ്യപ്രദമാക്കാം.